ബാലഗംഗാധര തിലക് 1884 സ്ഥാപിച്ച ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെയും 1885 സ്ഥാപിച്ച ഫർഗൂസൺ കോളേജിന്റെയും സ്ഥാപകനാകുന്നു ബാലഗംഗാധര തിലക്. ലോകമാന്യ എന്നു പേരുള്ള ഇന്ത്യൻ ദേശീയ നേതാവാകുന്നു ബാലഗംഗാധര തിലക്. ലോകമാന്യ എന്ന വാക്കിന്റെ അർത്ഥം യൂണിവേഴ്സലി അക്സെപ്റ്റഡ് എന്നാകുന്നു. സ്വയം ഭരണം എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വച്ച സോഷ്യൽ റീഫോമറാകുന്നു ബാലഗംഗാധര തിലക്. കോൺഗ്രസിലെ തീവ്രവാദികളുടെ നേതാവ് എന്നും ഇന്ത്യയുടെ കിരീടം വയ്ക്കാത്ത രാജാവ് എന്നും അറിയപ്പെടുന്ന ഇന്ത്യൻ ദേശീയ നേതാവാകുന്നു ലോകമാന്യ ബാലഗംഗാധര തിലക്. ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന് വാലന്റൈൻ ചിറോൾ എന്ന ബ്രിട്ടീഷ് എഴുത്തുകാരൻ വിശേഷിപ്പിച്ച സോഷ്യൽ റീഫോമറാകുന്നു ബാലഗംഗാധര തിലക്. ബാലഗംഗാധര തിലകിനെ കുറിച്ച് 1910 പ്രശസ്ത ബ്രിട്ടീഷ് എഴുത്തുകാരനായ വാലന്റൈൻ ചിറോൾ എഴുതിയ പുസ്തകമാകുന്നു ഇന്ത്യൻ അസ്വസ്ഥത, അതായത് ഇന്ത്യൻ അൺറസ്റ്റ്. ബാലഗംഗാധര തിലകിന്റെ ഉടമസ്ഥതയിൽ പ്രസിദ്ധീകരിച്ച പത്രങ്ങളാകുന്നു കേസരി പത്രവും മറാത്ത പത്രവും. കേസരി പത്രം മറാത്ത ഭാഷയിലാണ് പ്രസിദ്ധീകരിച്ചത്. മറാത്ത പത്രം ഇംഗ്ലീഷ് ഭാഷയിലുമാണ് പ്രസിദ്ധീകരിച്ചത്. ബാലഗംഗാധര തിലകിന്റെ പ്രശസ്തമായ ഒരു കൃതിയാകുന്നു ഗീതാരഹസ്യം. സ്വരാജ്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞത് ബാലഗംഗാധര തിലകാകുന്നു. മെച്ചപ്പെട്ട വിദേശ ഭരണത്തേക്കാൾ നല്ലത് തദ്ദേശീയരുടെ മെച്ചമല്ലാത്ത ഭരണമാണ് എന്ന് പറഞ്ഞതും ബാലഗംഗാധര തിലകാകുന്നു. കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനങ്ങളെ അവധിക്കാല വിനോദ പരിപാടികൾ എന്ന് വിശേഷിപ്പിച്ചതും മണ്ടൂകങ്ങളെപ്പോലെ, അതായത് തവളകളെപ്പോലെ വർഷത്തിലൊരിക്കൽ കരഞ്ഞിട്ട് ഒന്നും നേടാൻ ആകില്ല എന്ന് പറഞ്ഞതും ബാലഗംഗാധര തിലകാകുന്നു. ഒരു ദൈവം തൊട്ടുകൂടായ്മ അംഗീകരിച്ചാൽ ഞാൻ അവനെ ദൈവമായി അംഗീകരിക്കില്ല എന്ന് പറഞ്ഞത് ബാലഗംഗാധര തിലകാകുന്നു. 1908 രാജ്യദ്രോഹ കുറ്റത്തിന് ബാലഗംഗാധര തിലകിനെ ബർമ്മയിലെ മാൻഡലയിലേക്ക് നാടുകടത്തി. മുംബൈയിലെ ഒരു പ്രധാന റെയിൽവേ സ്റ്റേഷനാകുന്നു ലോകമാന്യ തിലക് ടെർമിനസ്. ഗണേശ് ഫെസ്റ്റിവൽ, ശിവജി ഫെസ്റ്റിവൽ എന്നിവ തിരിച്ചു കൊണ്ടുവന്നത് ബാലഗംഗാധര തിലകാകുന്നു. 1920 ഓഗസ്റ്റ് 1 ബാലഗംഗാധര തിലക് മരണപ്പെട്ടപ്പോൾ മഹാത്മാഗാന്ധിജി പറഞ്ഞത് എൻ്റെ ഏറ്റവും വലിയ താങ്ങ് വീണു എന്നാണ്. 1884 ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി ബാലഗംഗാധര തിലക് സ്ഥാപിക്കുമ്പോൾ അദ്ദേഹത്തോടൊപ്പം ജി അഗാർക്കറും MG റാനഡെയും സ്ഥാപകരായി ഉണ്ടായിരുന്നു. 1884 സ്ഥാപിച്ച ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ കീഴിലാണ് 1885 ഫർഗൂസൺ കോളേജ് സ്ഥാപിച്ചതും. ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെയും ഫർഗൂസൺ കോളേജിന്റെയും സ്ഥാപകൻ ബാലഗംഗാധര തിലകാകുന്നു.